നിങ്ങളുടെ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണാൽ അത് സ്ട്രോക്ക് ആണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും? സ്ട്രോക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. എത്രയും വേഗം തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ ജീവൻ രക്ഷിക്കാനും ഡിസബിലിറ്റി കുറയ്ക്കാനും സാധ്യത കൂടുതലാണ്. സോ സ്ട്രോക്ക് തിരിച്ചറിയാൻ ബി ഫാസ്റ്റ് എന്നൊരു ഈസി കോഡ് ഉണ്ട്. ബി ഫോർ ബാലൻസ്, പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുക. ഇ ഫോർ ഐസ്, കാഴ്ച പെട്ടെന്ന് മങ്ങുകയോ അല്ലെങ്കിൽ രണ്ടായി കാണുകയോ ചെയ്യുക. എഫ് ഫോർ ഫേസ്, മുഖത്തിന്റെ ഒരു വശം കൂടിപ്പോവുക. എ ഫോർ ആം, കയ്യിലോ കാലിലോ ബലം കുറയുകയോ അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുകയോ ചെയ്യുക. എസ് ഫോർ സ്പീച്ച്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, വാക്കുകൾ കുഴഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുക. ടി ഫോർ ടൈം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒട്ടും സമയം കളയരുത്. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുക. പിന്നെ ലക്ഷണങ്ങൾ തുടങ്ങിയ സമയം കൃത്യമായി ഓർത്തു വെക്കുന്നതും ചികിത്സയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംബുലൻസ് എത്തുന്നവരെ രോഗിയെ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തി ശ്വാസം ഒബ്സർവ് ചെയ്യണം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ രോഗിക്ക് വെള്ളമോ ഭക്ഷണമോ കൊടുക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ പോലുള്ള മരുന്നുകളും നൽകാൻ പാടില്ല. എല്ലാ സ്ട്രോക്കും ഒരേ തരത്തിലുള്ളതല്ല. ചിലത് തലച്ചോറിൽ ബ്ലീഡിംഗ് മൂലം ഉണ്ടാകാം. അത്തരം സാഹചര്യത്തിൽ ഇത്തരം മരുന്നുകൾ അപകടമാകും. സോ കഴിയുന്നതും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഇതുപോലുള്ള രോഗങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ട്രോക്കിനുള്ള പ്രധാന കാരണങ്ങൾ ഹൈ BP, പ്രമേഹം, കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഒബേസിറ്റി, വ്യായാമക്കുറവൊക്കെ തന്നെയാണ്. സോ BP, ഷുഗർ പോലെയുള്ള പരിശോധനകൾ കൃത്യമായി നടത്തുക. ഓർക്കുക, early attention can prevent complications.